2025 മെയ് 17 കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള ഒരു സാധാരണ വഴിയരിയിൽ നിന്നാണ് എനിക്ക് കുക്കുനെ കിട്ടിയത്. ആ കുഞ്ഞു വാവയെ ആദ്യമായി കയ്യിലെടുത്ത നിമിഷം ഇന്നും മറക്കാനാവില്ല കേട്ടോ. കുഞ്ഞിക്കാലും കുഞ്ഞിക്കൈകളും എല്ലാം വീട്ടിലാകെ ഓടി നടന്നു. ആ ദിവസങ്ങളൊക്കെ ഇപ്പോഴും കണ്ണിൻ്റെ മുമ്പിലുണ്ട്. ചെറിയ ചെറിയ കുസൃതികളും ഓട്ടങ്ങളും ഓരോ വിളിക്കും അവൻ തിരിഞ്ഞു നോക്കുന്ന കണ്ണുകളുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വീണ്ടും വീണ്ടും ചിരി നിറച്ചു. പപ്പയും അമ്മയും മാത്രം ഉണ്ടായിരുന്ന വീട്ടിൽ ഒരു ചെറിയ ജീവൻ വന്നു. അവരുടെ നിശബ്ദതയെല്ലാം ഭേദിച്ചുകൊണ്ട് എപ്പോഴും വീട്ടിൽ കുക്കുവേ കുക്കുവേ എന്നുള്ള വിളി ഇങ്ങനെ അലയടിച്ചുകൊണ്ടേയിരുന്നു. ഒരുപാട് സന്തോഷവും സ്നേഹവും പ്രതീക്ഷയും കൂടി വന്നു. അവർ രണ്ടുപേരും മാത്രമായിട്ട് അനുഭവിച്ചിരുന്നൊരു നിശബ്ദത കുക്കു വന്നപാടെ അങ്ങ് മാഞ്ഞുപോയി. കുക്കു ഞങ്ങളുടെ വീട്ടിലെ മാത്രമല്ല, വഴിയിലൂടെ പോകുന്നവരും ഫോൺ വിളിക്കുമ്പോൾ പോലും കുക്കു എവിടെയെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം കമൻറ്റിലൂടെയും കുക്കുവിൻ്റെ വീഡിയോ വന്നില്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കാനൊക്കെ ഇപ്പോൾ കുക്കുവിന് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവനെ നിങ്ങളെല്ലാവരും സ്നേഹിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി. ഇന്ന് കുക്കുവിൻ്റെ യഥാർത്ഥ ബർത്ത്ഡേ ഒന്നുമല്ല, പക്ഷേ അവനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയ ദിവസമായതുകൊണ്ട്, അതായത് ഇന്ന് മെയ് 17 ആയതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ ജന്മദിനമായിട്ട് ഹൃദയത്തിൽ ഈ ഒരു ദിവസം സൂക്ഷിക്കുന്നു. ഇന്ന് അവനെ കാണാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ ആരോഗ്യസ്ഥിതി അതിന് അനുവദിക്കുന്നില്ല. എന്നാലും കുക്കുവിനെ ഇത്രയധികം സ്നേഹിച്ച നിങ്ങളോടെല്ലാവരോടുമുള്ള ഒത്തിരി നന്ദി ഞാൻ ഈ സമയം അറിയിക്കുവാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കുക്കു ഒരുപാട് ചേഞ്ചസ് വരുത്തി കേട്ടോ. ഒരു ജീവനും വെളിച്ചവും എല്ലാം ആയി വന്നു. സ്നേഹമെന്ന് പറയുന്നത് കൊടുക്കുന്തോറും പെരുകുന്നതാണെന്നും അത് കൊടുക്കുന്തോറും തീർന്നു പോകുന്ന ഒന്നുമല്ല എന്നും ഞങ്ങൾക്ക് മനസ്സിലായത് കുക്കു വന്നതിന് ശേഷമാണ്. ഒത്തിരി ഒരുപാട് ചേഞ്ചസ് അവൻ വരുത്തി. വീട്ടിലേക്ക് വിളിക്കുമ്പോഴത്തേക്കും അമ്മയുടെ വിവരങ്ങളെല്ലാം തിരക്കിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യം കുക്കു എന്തെന്നാണ്. ഒരു കൂടുണ്ടാക്കിയിട്ടിട്ട് അതിനകത്തേക്ക് പുള്ളി കയറുന്ന ചരിത്രം തന്നെയില്ല. ഫുൾ ടൈം വീട്ടിലുണ്ടാവും. പപ്പയുടെ അമ്മയുടെ വിളിക്കെല്ലാം കാതോർത്ത് അവരെ രണ്ടുപേരെ എങ്ങും പോകാൻ അനുവദിക്കാതെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു സന്തത സഹചാരി എന്നൊക്കെ പറയാം. അങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടെ കുക്കുവിനെ ഇത്രയും നാൾ സ്നേഹിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് കുക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ഒത്തിരി പ്ലാനിങ് കൊണ്ടൊക്കെ ഇരുന്നാണ്, പക്ഷേ എന്ത് ചെയ്യാൻ, എനിക്ക് കാണാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറിപ്പോയി. അവനെ നിങ്ങളെല്ലാവരും സ്നേഹിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കുക്കുവിനെ എനിക്ക് കിട്ടിയ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് 4,65,000 സംതിങ് വ്യൂസ് കടന്നിരിക്കുന്നു. അപ്പം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോയും കൂടി ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് ഞങ്ങൾക്കൊരു നാൽക്കാലി മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞു ജീവൻ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.